അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് മുന്നിൽ ഈ ഒരു മതിലിന് ചാരി ഇതുപോലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യം ബഫല്ലോ ഗ്രാസ് ആയിരുന്നു കേട്ടോ സെറ്റ് ചെയ്തിരുന്നത്. അതൊക്കെ ആകെ ചെതലൊക്കെ വന്ന് ആകെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാതെ അവിടെ ആകെ അതിന്റെ വേരും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ അവിടെ കിടക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കൊത്തി ഒഴിവാക്കണം കേട്ടോ. കൊത്തി ഒഴിവാക്കിയിട്ട് നമ്മൾ ഇവിടെ പേൾ ഗ്രാസ് ആണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ബഫല്ലോ ഗ്രാസിനെ അപേക്ഷിച്ച് പേൾ ഗ്രാസ് ഒരുപാട് മെയിൻ്റെനൻസ് കുറേ കമ്മിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഈ ഒരു ബഫല്ലോ ഗ്രാസ് മൊത്തത്തിൽ അതിൻ്റെ വേരടക്കി കൊത്തി അവിടെ നിന്ന് ഒഴിവാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് പേൾ ഗ്രാസ് വെച്ചിട്ടൊന്ന് ഉഷാറാക്കി എടുക്കണം ഈ ഒരു ഭാഗം. അപ്പോൾ ആദ്യം നല്ല രീതിയിൽ അതിൻ്റെ അടിക്ക് നല്ല വേര് ബഫല്ലോ ഗ്രാസിൻ്റെ വേരുകൾ അടിയിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു വേരുണ്ടായാൽ ചിലപ്പോൾ അതിങ്ങനെ അതിൻ്റെ മറ്റേൻ്റെ ഇടയിൽ കൂടെ കളായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കൊത്തി ഒഴിവാക്കി എടുക്കട്ടോ. മണ്ണ് തന്നെ അവിടുന്ന് കുറേ മണ്ണ് ഒഴിവാക്കിയിട്ട് പുതിയ മണ്ണൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ അവിടെയുള്ള മണ്ണൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ മണ്ണ് ഒഴിവാക്കി അടിയിക്ക് പിന്നെ മുകളിൽ പുതിയ മണ്ണ് ഇടുക കേട്ടോ. പുതിയ മണ്ണ് നമ്മൾ കുറച്ച് ചെരിച്ചാട്ടോ നമ്മൾ പേൾ ഗ്രാസ് വിരിക്കാൻ വിചാരിച്ചത്, കുറച്ചൊന്ന് ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ. അപ്പം പുതിയ മണ്ണ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ എല്ലാ കള്ളിയിലും ഞാൻ മണ്ണ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെരിച്ചാണ് കേട്ടോ മണ്ണിട്ടത്. അതുപോലെ തന്നെ ഇതാ ഇതിന്റെ നടുക്കായിട്ട് ഞാനിത് അവിടെ ഈ ഒരു ഹെലിക്കോണിയ എന്ന് പറയുന്ന ഈ ഒരു ചെടി ഇതിന്റെ നടുക്കായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ പേൾ ഗ്രാസ് വിരിക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിന്റെ നടുക്കായിട്ട് ഇതുപോലെ ഈ ഒരു ചെടി നമുക്ക് ഇവിടെ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പേൾ ഗ്രാസ് വിരിക്കാം കേട്ടോ. അപ്പം പേൾ ഗ്രാസ് നല്ല രീതിയിൽ ഇവിടെ വിരിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. പുതിയ മണ്ണിട്ടാൽ നല്ല അമർത്തി കൊടുക്കണം കേട്ടോ. പേൾ ഗ്രാസ് വിരിച്ച് അങ്ങനെ വെച്ച് പോയിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ. ആ മണ്ണിലേക്ക് വേരൊക്കെ നല്ല രീതിയിൽ സെറ്റായി നിൽക്കണം. അങ്ങനെ നമ്മൾ പേൾ ഗ്രാസ് വിരിച്ച് ഈ ഒരു ചെടിയുടെ ഭാഗത്തൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നല്ല സെറ്റാക്കി എടുക്കട്ടോ. അങ്ങനെ ഓരോ കള്ളിയും നമ്മൾ പേൾ ഗ്രാസ് വിരിച്ച് സെറ്റാക്കി വരികയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മതിൽ കണ്ടില്ല നിങ്ങൾ, ഇതിന് കുറച്ച് നമ്മൾ കമ്പിയൊക്കെ വെച്ചിട്ട് ഗ്രില്ല് പോലെ സ്പേസ് ഇട്ട ഒരു ഏരിയയാണ്. അപ്പോൾ ഇതുപോലെ ഇടയിലുണ്ട്. ഇവിടെ നമ്മൾ ഒന്നും വെക്കുന്നില്ല കേട്ടോ. മറ്റ് ചുമരുള്ള ഭാഗത്ത് മാത്രമാണ് നമ്മൾ മറ്റുള്ള ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ എയർ വരുന്ന ഗ്രാസ് കട്ട് ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാക്കി എടുക്കണം ഈ ഒരു ഏരിയ നമുക്ക് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് വെക്കാൻ പോകുന്നത് കലാലിയ ലൂട്ടിയ എന്ന് പറഞ്ഞ ഈ ഒരു ചെടിയാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഇവിടെ വെക്കുന്നത്. നമ്മൾ അപ്പുറത്ത് വെച്ചിരുന്നത് ഹെലിക്കോണിയ എന്ന് പറയുന്ന ചെടിയായിരുന്നു. നമ്മൾ ഇവിടെ വെക്കുന്നത് കലാലിയ ലൂട്ടിയ എന്ന് പറയുന്ന ഈ ഒരു ചെടിയാണ് കേട്ടോ. ഏതാണ്ടൊക്കെ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞ് ഇനി കുറച്ചും കൂടി ഉണ്ട്. അത് ക്ഷീണിച്ച് അങ്ങനെ നമ്മളെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഈ കാണുന്നത്. മതിൽ ഒന്ന് വൈറ്റ് വാഷ് അടിക്കണം. മഴയൊക്കെ ആയതുകൊണ്ട് വൈറ്റ് വാഷ് അടിച്ചിട്ട് കാര്യമില്ല വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ആദ്യം വൈറ്റ് വാഷ് അടിച്ചിട്ടായിരുന്നു ഞാൻ ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? അടിപൊളിയല്ലേ?